ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സ്നേഹ കൂട്. നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ രുചികരമായിട്ടുള്ള ചിക്കൻ സാൻഡ്വിച്ചാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് പോയിട്ട് എങ്ങനെയാണ് ഈ സാൻഡ്വിച്ച് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ സാൻഡ്വിച്ചാണ് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത്. അതിനായിട്ട് നമുക്ക് ആദ്യം ഫില്ലിംഗ് ഒന്ന് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് 250 ഗ്രാം ബോൺലെസ് ചിക്കൻ, ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഉപ്പിട്ട് വേവിച്ചതാണ്. ഇത് മിക്സിയുടെ ജാറിലേക്കിട്ട് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് നമ്മുടെ കൈവശം അവൈലബിൾ ആയിട്ടുള്ള വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. ഞാനിവിടെ 1/2 കപ്പ് ക്യാബേജ്, ഒരു ചെറിയ ടൊമാറ്റോ, ഒരു ചെറിയ പീസ് കുക്കുംബർ, ഒരു ക്യാരറ്റ്, ഇതെല്ലാം ചെറുതായിട്ടാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അതും കൂടി നമുക്ക് ഈ ചിക്കൻ പീസസിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ മയോണൈസ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ പെപ്പർ പൗഡറും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാ ഇൻഗ്രീഡിയൻസും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ സാൻഡ്വിച്ചൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ കഴിക്കും. നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഉള്ളിലേക്ക് ഒത്തിരി വെജിറ്റബിൾസ് ചെല്ലും. ഡയറക്റ്റ് വെജിറ്റബിൾസ് കൊടുത്താൽ ചില കുട്ടികൾക്ക് കഴിക്കാൻ മടിയായിരിക്കും. എന്നാൽ സാൻഡ്വിച്ച് എന്ന് കേൾക്കുമ്പോൾ എല്ലാ കുട്ടികൾക്കും അത് കഴിക്കാൻ വളരെയധികം ഇഷ്ടമായിരിക്കും. നമ്മുടെ സാൻഡ്വിച്ചിനുള്ള ഫില്ലിങ് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മാറ്റി വയ്ക്കാം. നമ്മുടെ ചിക്കൻ സാൻഡ്വിച്ച് തയ്യാറാക്കുന്നതിനായിട്ട് 4 ബ്രെഡ് പീസാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് അതിൻ്റെ മുകളിലേക്ക് നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ വെജിറ്റബിൾ മിക്സ് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കണം. ഇതിൻ്റെ മുകളിലേക്ക് ഒരു സ്ലൈസ് ചെയ്ത ചീസും കൂടി വെച്ച് കൊടുക്കാം. ചീസ് വേണമെന്ന് യാതൊരുവിധ നിർബന്ധവും ഇല്ല. ചീസ് ചേർത്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടും. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമായിരിക്കും ചീസ് കഴിക്കാൻ. ഇനി നമുക്ക് ഈ ഒരു ബ്രെഡ് പീസ് കൊണ്ട് ഇതൊന്ന് കവർ ചെയ്യാം. നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. നമുക്ക് അടുത്ത ബ്രെഡ് പീസിൻ്റെ മുകളിലേക്കും ഇതുപോലെ നമ്മുടെ സാൻഡ്വിച്ചിൻ്റെ ഫില്ലിംഗ് വെച്ച് കൊടുക്കാം. ഇതുപോലെ ഒരു സ്ലൈസ് ചെയ്ത ചീസ് ഇതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് ഒരു ബ്രെഡ് പീസ് കൊണ്ട് ഇത് കവർ ചെയ്യാം. ജസ്റ്റ് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ സാൻഡ്വിച്ചിനുള്ള ബ്രെഡ് പീസ് നന്നായിട്ട് ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. സാൻഡ്വിച്ച് ടോസ്റ്റ് ചെയ്യുന്നതിനായിട്ട് ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഫ്ലെയിം ഓൺ ചെയ്യാം. ലോ ഫ്ലെയിമിലാണ് നമ്മൾ ഈ സാൻഡ്വിച്ച് ടോസ്റ്റ് ചെയ്തെടുക്കേണ്ടത്. പാൻ നന്നായിട്ടൊന്ന് ചൂടായിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് കുറച്ച് ബട്ടർ ഇങ്ങനെ ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ സാൻഡ്വിച്ച് ഇതിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ലോ ഫ്ലെയിമിലാണ് ഇത് ടോസ്റ്റ് ചെയ്തെടുക്കേണ്ടത്. നമ്മുടെ ബ്രെഡിൻ്റെ ഒരു സൈഡ് ടോസ്റ്റായി വന്നിട്ടുണ്ട്.
നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ജസ്റ്റ് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. നമ്മുടെ സാൻഡ്വിച്ച് 2 സൈഡും ടോസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതുപോലെ തന്നെ നമുക്ക് അടുത്ത സാൻഡ്വിച്ചും തയ്യാറാക്കിയെടുക്കാം. ഇതുപോലെ തന്നെ നമുക്ക് അടുത്ത സാൻഡ്വിച്ചും തയ്യാറാക്കിയെടുക്കാം. കുറച്ച് ബട്ടർ തേച്ച് കൊടുക്കാം. അതിനുശേഷം ഈ സാൻഡ്വിച്ച് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. സാൻഡ്വിച്ച് നന്നായിട്ടൊന്ന് ടോസ്റ്റായിട്ട് വരട്ടെ. സാൻഡ്വിച്ച് ഒരു സൈഡ് ടോസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. നമ്മുടെ സാൻഡ്വിച്ച് 2 സൈഡും ടോസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ സാൻഡ്വിച്ച് ഇവിടെ തയ്യാറായിട്ടുണ്ട്. നിങ്ങളെല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. വെജിറ്റബിൾസ് കഴിക്കാൻ മടിയുള്ള കുട്ടികളാണെങ്കിലും ഈ രീതിയിൽ സാൻഡ്വിച്ച് തയ്യാറാക്കി കൊടുത്താൽ അവർ തീർച്ചയായിട്ടും കഴിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കണം. താങ്ക് യു.